പാർപ്പിടമേ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. നവനവരത്നങ്ങൾ അലങ്കരിച്ച വർണ്ണ്യമാം സൗധമദാതയാലും ദൈവകുഞ്ഞാടനിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. ദൈവകുഞ്ഞാടനിൻ വിളക്കാകയാൽ പ്രജ്വല ദീപ്തി കൊണ്ടലങ്കൃതമാ. നവയെരൂശലേം പുരിയൻ മഹത്വത്തിൽ നിരന്തര പാർപ്പിടമേ. വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നിമിത്തം പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ട യോഹന്നാൻ അവിടെ വെച്ച് കർത്തൃ ദിവസത്തിൽ ആത്മവിവശനായപ്പോൾ കണ്ട ദൈവദർശനമാണ് വെളിപ്പാട് 1:12 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാൻ തനിക്ക് ലഭിച്ച ദർശനത്തിൽ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് കാണുന്നത്. ഈ ദർശനത്തിൽ കർത്താവിൻ്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായ്ത്തലുള്ള വാൾ പുറപ്പെടുന്നതായി യോഹന്നാൻ കണ്ടു. വെളിപ്പാട് 4:16. ഇതിനോട് തുല്യമായ ഒരാശയം യെശയ്യാവ് 11:4 49:2 കാണുന്നുണ്ട്. എന്താണ് ഈ മൂർച്ചയേറിയ വാൾ? എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർവിടിവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും എന്ന് വായിക്കുന്നു. ഇവിടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഇരുവായ്ത്തലുള്ള വാൾ ദൈവവചനത്തെ സൂചിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിൻ്റെ ശക്തിയെ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ദൈവവചനത്താൽ തന്നെയാണ് മനുഷ്യനെ ന്യായം വിധിക്കുന്നത്. യെശയ്യാവ് 11:4 അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോട് വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തൻ്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നമ്മുടെ കർത്താവ് നീതി നടത്തി ന്യായം വിധിക്കുന്നവന്. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരം നൽകിയിരിക്കുന്നു. യോഹന്നാൻ 5:27. ന്യായവിധിയുടെ ഒരു നാൾ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു. വെളിപ്പാട് 20:11 മുതൽ 15 വരെ. നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ചുള്ള ന്യായവിധിയ അന്ന് നടക്കുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവന് ലഭിക്കുന്നത് തീപ്പൊയ്കയായിരിക്കും. വെളിപ്പാട് 20:15. യേശുവിൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. കർത്താവിൻ്റെ രൂപാന്തരമലയിലെ അനുഭവം ശിഷ്യന്മാർ കാണുന്നത് ഇതേ വിധത്തിൽ തന്നെയാണ്. പൗലോസിന് ദമസ്കോസിൻ്റെ വാതിലിൽ വെച്ച് ഈ അനുഭവം ഉണ്ടായി എന്ന് പ്രവൃത്തി 26:13 വായിക്കുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായിട്ട് അവൻ ലോകത്തിലേക്ക് വന്നത്. യോഹന്നാൻ 1:9. യേശു പറഞ്ഞ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അതായത് ലോകത്തിൻ്റെ ഇരുട്ടുമാറ്റി പ്രകാശം നൽകുന്നവൻ, തിന്മയെ മാറ്റി നന്മയെ പ്രദാനം ചെയ്യുന്നവൻ. അവൻ വെളിച്ചമായിരുന്നതുപോലെ നാം ലോകത്തിന് വെളിച്ചമാകണം. തിന്മയെ നീക്കം ചെയ്ത് നന്മ പ്രദാനം ചെയ്യുന്നവരാകണം. 17-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ജീവനുള്ള കർത്താവിൻ്റെ ദർശനം കണ്ട് യോഹന്നാൻ മരിച്ചവനെ പോലെ കർത്താവിൻ്റെ കാൽക്കൽ വീണു. ദർശനം യോഹന്നാനെ ഭയപ്പെടുത്തി. അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന സ്വാന്തന വാക്കിൽ യോഹന്നാനെ കർത്താവ് ധൈര്യപ്പെടുത്തുകയാണ്. ഗലീല കടലിൽ വെച്ച് കടലിന്മേൽ നടന്ന് തങ്ങളുടെ അടുക്കലേക്ക് വരുന്നവൻ ആരെന്നറിയാതെ ഭയപ്പെട്ട ശിഷ്യന്മാരോടും കർത്താവ് പറയുന്നത്, ഭയപ്പെടേണ്ട, പേടിക്കേണ്ട. മത്തായി 14:27. പ്രതികൂല സാഹചര്യങ്ങളിൽ ഭയപ്പെട്ട് നിലവിളിക്കുമ്പോൾ നമ്മോടും കർത്താവ് പറയുന്നത്, നീ പേടിക്കേണ്ട എന്ന് തന്നെയാണ്. നിത്യനായ ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയെ സൂചിപ്പിച്ചുകൊണ്ട് യെശയ്യാവിൽ കൂടി പറയുന്നത്, ഇസ്രായേലേ, എൻ്റെ വാക്ക് കേൾക്ക, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനും ആകുന്നു. യെശയ്യാവ് 48:12. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മോടൊപ്പം ഉണ്ട്.
ഞാൻ എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട് എന്ന കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളിലും പീഡനങ്ങളിലും ഒന്നും നാം ഭയപ്പെടേണ്ടതില്ല. 18-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നത്, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. മരണത്തെയും പാതാളത്തെയും നാം ഭയപ്പെടേണ്ടതില്ല. മരണത്തിൽ നിന്നും ഉദ്ധരിക്കുന്നവനും നമുക്കുണ്ടാകാവുന്ന കഷ്ടതകളെ കാണുന്നവനുമാണ് നമ്മളുടെ കർത്താവ്. സങ്കീർത്തനം 9:13. യശയ്യാവ് 38:10 എൻ്റെ ആയുസ്സിൻ്റെ മധ്യാഹ്നത്തിൽ ഞാൻ പാതാളവാതിലകം പോകേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത്, ആ പാതാളത്തിൻ്റെ വാതിൽ തുറക്കുവാനുള്ള താക്കോൽ എൻ്റെ കയ്യിൽ ഉണ്ട് എന്നാണ്. അതേ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ കയ്യിൽ ഉള്ളതിനാൽ നമുക്ക് മരണത്തെയും പാതാളത്തെയും ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷം മരണം നീക്കി ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുന്നു. 2 തിമോഥെയോസ് 1:10. നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ട് നാമും ജീവിക്കുന്നു. യോഹന്നാൻ 14:19. മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് രക്തസാക്ഷി മരണം ഏറ്റെടുക്കുവാൻ വിശ്വാസികളെ ധൈര്യപ്പെടുത്തിയത് ഈ നിശ്ചയം കൊണ്ടാണ്. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനും ആവശ്യമെങ്കിൽ അവന് വേണ്ടി ജീവൻ നൽകുന്നതിനുമുള്ള ശക്തിയാ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മരണത്തെ ഭയപ്പെടേണ്ട. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് പുനരുത്ഥാനവും ജീവനും ആകുന്നു. കർത്താവെ, നീ ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കും എന്ന നിശ്ചയത്തോടെ നിന്നിൽ പൂർണ്ണ ആശ്രയം വെപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ. പ്രജ്വല നിധി കൊണ്ടാലങ്കൃതമാ